നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കനക ഗൗതം വ്ലോഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് മുന്നേ തന്നെ ഞാനൊരു ഒരു എന്താ പറയാ വൈറ്റനിങ് ഒക്കെ ആയിട്ടുള്ള ഒരു അഫോവേറ്റീവ് ടാബ്ലറ്റ് ആയ ഗ്ലൂട്ടോത്തിയോൺ ടാബ്ലറ്റിന്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. അപ്പൊ എന്നോട് കുറെ പേര് ചോദിച്ചൊരു കാര്യമുണ്ട്, ചേച്ചി ഇത് ഇങ്ങനെ ഉള്ളിൽ നിന്ന് കഴിക്കുന്ന അല്ലാതെ നമുക്ക് പുറമേ നിന്ന് എന്തെങ്കിലും ഫേസിന് ഒരു ഗ്ലോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ. ഇപ്പോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നതിൽ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഗ്ലൂട്ടോത്തിയോൺ ടാബ്ലറ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ പല കാര്യങ്ങളുണ്ട്. അതായത് ഇഞ്ചക്ഷൻ ആയിട്ടുള്ളതുണ്ട്, അതേപോലെ തന്നെ സെറമായിട്ടും ക്രീമായിട്ടും ഒക്കെ ഈ ഒരു ഗ്ലൂട്ടോത്തിയോൺ അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റൻ ആവാനും നല്ലൊരു ഗ്ലോയിങ് ഒക്കെ കിട്ടാനും നമ്മുടെ ഈ പാടുകൾ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഗ്ലൂട്ടോത്തിയോൺ സെറമാണ് കേട്ടോ. ഈ ഒരു സെറത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു കൊറിയൻ ടൈപ്പ് ഗ്ലാസ് സ്കിൻ എന്നുള്ളത് കേട്ടോ. അങ്ങനെ കുറെ കൊറിയൻ ടൈപ്പ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ വാങ്ങി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇത് ഒക്കെ അവര് ഈ ഒരു കൊറിയൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സുകളൊക്കെ ഈ ഒരു കൊറിയക്കാരുടെ സ്കിന്നിന് വേണ്ടിയിട്ടാണ് അവരത് തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ നമ്മുടേതെന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ടൈപ്പ് ഓഫ് സ്കിൻ ടോൺ ആണ് അല്ലെ, ഒരു സ്കിന്നാണ് ഉള്ളത്, ആ ഒരു ടെക്സ്ചർ ആണ് നമ്മുടെ സ്കിന്നിനുള്ളത്. അപ്പൊ നമ്മൾ കൂടുതലായിട്ടും ഈ ആ രീതിയിലുള്ള പ്രോഡക്ട്സുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇന്ത്യൻ സ്കിൻ ടൈപ്പിന് പറ്റിയ രീതിയിലുള്ള പ്രോഡക്ട്സുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഒന്നും കൂടെ പെട്ടെന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു ബ്രാൻഡ് ആയിട്ടുള്ള ഷേക്ക് ന്യൂട്രിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ അവരുടെ ഔട്ട്ഷൈൻ എന്ന് പറയുന്ന ഒരു സെറം ആണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പൊ ഈ ഒരു സെറം എന്ന് പറയുന്നതിൽ ഇതിൽ കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതായത് ഇതില് നിയാസിനമൈഡ് ഉണ്ട്, ആർബിറ്റിൻ ഉണ്ട്, ഗ്ലൂട്ടോത്തിയോൺ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട് കേട്ടോ. അതായത് 4 ആക്റ്റീവ്സിന്റെ ഒരു കമ്പൈൻ ചെയ്തിട്ടുണ്ടായ ഒരു സെറമാണ് ഈ ഒരു ഷേക്ക് ന്യൂട്രിക്സിന്റെ ഔട്ട്ഷൈൻ ഫേസ് സെറം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ ഓരോന്നിന്റെയും ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി നമുക്കൊന്ന് കാണാവേ. അപ്പൊ ഇതിൽ ആദ്യമുള്ള ഒരു ആക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ നിയാസിനമൈഡ് ആണ്. നിയാസിനമൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പൺ പോർസ് ഉണ്ടെങ്കിൽ അതൊക്കെ പോവാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേപോലെ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിലോ അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും മാറാൻ നല്ലതാണ്. ഇനി അതല്ല, നമ്മുടെ സ്കിൻ ബാരിയറിനെ റിപ്പയർ ചെയ്യാനും നമ്മുടെ സ്കിന്നിന് നല്ലൊരു ടെക്സ്ചർ തരാൻ വേണ്ടിയിട്ടും നിയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ അടുത്തതായിട്ടുള്ളതാണ് ഗ്ലൂട്ടോത്തിയോൺ. ഗ്ലൂട്ടോത്തിയോൺ ഇനി പറയേണ്ട ആവശ്യമില്ല, വേൾഡ് ഫേമസ് ആണല്ലേ. അതൊരു ആന്റി ഓക്സിഡന്റ് ആണ്. മാത്രമല്ല നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടാനായിട്ടൊക്കെ ആ ഒരു ഗ്ലൂട്ടോത്തിയോൺ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ അടുത്തതാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിനായിട്ടുള്ള അണീവൻ ആയിട്ടുള്ള, അതായത് അവിടെ ഇവിടെയൊക്കെ നമ്മുടെ ഈ ഒരു ചുണ്ടിന് സൈഡിലുള്ള ഒരു കറുപ്പ്, അതേപോലെ തന്നെ ചിലർക്കൊക്കെ ഹെൽമെറ്റ് ഇടുമ്പോൾ നമ്മുടെ ഈ ഒരു നെറ്റിയിലൊക്കെ ഉള്ള ഒരു കറുപ്പ്, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനും നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടാനും അണീവൻ ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ആക്കാനും വേണ്ടി നമ്മളെ UV റേസിൽ നിന്നൊക്കെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാനും, അതേപോലെ ഈ സൺ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാനായിട്ട് വൈറ്റമിൻ സി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ ആൽഫ ആർബ്യൂട്ടിൻ. ഇത് നമുക്ക് ഈ സെയിം പറഞ്ഞ പോലെ തന്നെ വൈറ്റമിൻ സിയുടെ കണക്ക് തന്നെയാണ്, അണീവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നെ നമ്മുടെ ഈ ഒരു UV റേസിൽ നിന്നുണ്ടാവുന്ന ടാൻ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറാനും ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഇതിൽ മെയിൻ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, സ്കിൻ നല്ല ബ്രൈറ്റൻ ആവാനും അണീവൻ ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ പോകാനും ഈ ഒരു സെറത്തിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ അണീവൻ ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ മാറാനും അതേപോലെ തന്നെ നല്ലൊരു ഗ്ലോ ഒക്കെ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെറമാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ് ഹൈഡ്രലോണിക് ആസിഡ് ആണ് കേട്ടോ. ഹൈഡ്രലോണിക് ആസിഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിന്നിൽ നല്ലൊരു മോയ്സ്ചറായിട്ടും അതേപോലെ തന്നെ നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഒന്ന് ബ്രൈറ്റ്നസ് കൂട്ടാനായിട്ടോ ടെക്സ്ചർ നന്നാക്കാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഈ ഒരു ഒറ്റ സെറത്തിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പല സെറങ്ങൾ മാറ്റി മാറ്റി യൂസ് ചെയ്യുന്നതിലും ഇതൊന്ന് വാങ്ങുകയാണെങ്കിൽ ഒരു 4-5 ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള അത്രയും
ഗുണങ്ങൾ നമുക്ക് ഒരു ഒറ്റ സ്ഥലത്തിൽ നിന്ന് കിട്ടുകയാണ്. ഇത് പിന്നെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നൈറ്റ് ടൈമിൽ എൻ്റെ സ്കിൻ കെയർ റൊട്ടീനിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് ഡേ ടൈമിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളിങ്ങനെ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് പുറത്ത് വെയിലത്തോട്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ അതിലും നല്ലത് നിങ്ങൾ നൈറ്റ് യൂസ് ചെയ്യണതാണ്. ഇനിയല്ല നിങ്ങൾ വീട്ടിലിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കിത് ഡേ ടൈമിലോ അല്ലെങ്കിൽ നൈറ്റ് ടൈമിലോ യൂസ് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഒരു മാസമൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്കിൻ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ടൈമിൽ, അതായത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഇതൊരു 2-3 തുള്ളി മുഖത്തിട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്യുന്നതിലും നല്ലത് നല്ല രീതിയിലൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് ഇത് അബ്സോർബ് ആയി പോകുന്നതാണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ നമ്മളങ്ങനെ ഇട്ടിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു തിക്കായിട്ടുള്ളൊരു സംഭവം ഉണ്ടെന്നോ നമുക്കിതിടുമ്പം തോന്നത്തില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് എങ്ങനെയാണ് ഇതെനിക്ക് വർക്കായെന്ന് ചോദിച്ചാൽ, എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിന്നാണ്. എനിക്ക് PCOD ഇഷ്യൂസ് ഉണ്ട്. മാത്രമല്ല ഇപ്പം ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയതിന് ശേഷം പല രീതിയിലുള്ള ഒരു സാധനങ്ങൾ മുഖത്ത് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. ചിലതൊക്കെ എനിക്ക് പ്രശ്നങ്ങളാവാറുണ്ട് ഒരു ആക്നെ പ്രോൺ സ്കിൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ വരുന്ന പിമ്പിൾസ് എനിക്ക് പെട്ടെന്ന് മാറ്റാൻ ഈസിയാണ്. പക്ഷേ പിമ്പിൾ വന്നു കഴിഞ്ഞിട്ടുള്ള പാട് മാറ്റുക എന്ന് പറയുന്നത് ഒരു ഇച്ചിരി റിസ്കി ആയിട്ടുള്ള പണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊരു മാസം ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഫുള്ളായിട്ട് ഫെയ്ഡായി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു വിധം എനിക്ക് എൻ്റെ ഒരു ആക്നെ മാർക്സിനൊക്കെ നല്ലൊരു ഫെയ്ഡാവുകയും അത്യാവശ്യം നല്ലൊരു ഗ്ലോ സ്കിന്നിൽ കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു സെറമാണ്. പിന്നെ ഇതൊരിക്കലും ഒരു അഫോർഡബിൾ റേറ്റിലുള്ളൊരു സെറമാണെന്ന് ഞാൻ പറയില്ല. പിന്നെ നമുക്കിത് ആമസോണും ഫ്ലിപ്കാർട്ട് എന്നുള്ളടത്തൊക്കെ നമുക്കിത് വാങ്ങാൻ കിട്ടും. മാത്രമല്ല ഇവരുടെ തന്നെ വെബ്സൈറ്റായ ഷീക്ക് ന്യൂട്രിക്സ് എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പോയാൽ ഇത് വാങ്ങാൻ കിട്ടും. ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ എൻ്റെ കൂപ്പൺ കോഡായ KGV10 എന്നുള്ളൊരു കൂപ്പൺ കോഡ് കൊടുക്കുകയാണെങ്കിൽ അഡീഷണൽ ആയിട്ടൊരു 10% ഡിസ്കൗണ്ടും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ലാഭത്തിൽ ഇത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഒരു വട്ടമെങ്കിലും ഇത് പറ്റുകയാണെങ്കിൽ ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. നല്ലൊരു സെറാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ, പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ വീണ്ടും യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ളവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണ്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാവേ. ബൈ.